ശ്രീ ഞാനിപ്പോൾ തിരിച്ചു വരാം. ഇപ്പോൾ AIYF സംസ്ഥാന പ്രസിഡന്റ് ജിസ്മോൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ജിസ്മോൻ, നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ ഉയരുന്നത്. ഇന്നലെ അടക്കം സർക്കാർ പല പ്രസക്ത ഭാഗങ്ങളും ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ വെട്ടിമാറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ സർക്കാരിനെ ഒന്നും ഒളിച്ചു വെക്കാനില്ല, പരാതി കിട്ടിയാൽ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് ഇന്നലെ അടക്കം MV ഗോവിന്ദൻ അടക്കം പറഞ്ഞു. ഇപ്പോൾ സജി ചെറിയാൻ ഈ ചലച്ചിത്ര അതായത് രഞ്ജിത്തിനെതിരെ വലിയൊരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ സജി ചെറിയാൻ അടക്കം വന്ന് പറയുന്നത് അദ്ദേഹം വലിയൊരു പ്രശസ്തനായ സംവിധായകനാണ്, എന്നാൽ പരാതി ലഭിച്ചാൽ മാത്രമേ ഒരു നടപടിയിലേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നത്. താങ്കൾ ഇതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റ് ഇങ്ങനെ ഒരു കമ്മിറ്റി വെക്കുകയും ആ മലയാള സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധിയായ പ്രശ്നങ്ങൾ ആ കമ്മിറ്റി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അതിനെല്ലാം ഞങ്ങൾ പ്രധാനമായിട്ടും സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ഒരു കമ്മിറ്റിയെ വെച്ച് ഈ മേഖലയിലെ വിഷയങ്ങൾ പഠിക്കുവാനായി ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ഗവൺമെന്റ് തയ്യാറായത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റാണ്. അക്കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വലിയ അഭിമാനമുണ്ട്. അങ്ങനത്തിലുള്ള ഒരു കമ്മിറ്റി വെച്ചുകൊണ്ട് ആ മേഖലയിലെ വിഷയങ്ങൾ പഠിക്കുവാനായി തീരുമാനിച്ചത്. പക്ഷെ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്തുള്ള പല പരാമർശങ്ങളും നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്നതും ഒരുപക്ഷെ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കടുത്ത സ്ത്രീവിരുദ്ധമായ നിലപാടുകളെ കുറിച്ചെല്ലാം ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നുള്ള നിലപാട് AIYF വളരെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിക്കൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണ വിധേയമായ ആളുകൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് കർശനമായ നടപടി സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമാണ് AIYF. അപ്പൊ ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. പിന്നീട് രഞ്ജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളും വിവാദങ്ങളുമെല്ലാം രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ അധ്യക്ഷനായിരുന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉണ്ടാകുന്നത് തന്നെ അപമാനകരമാണ്. കാരണം അദ്ദേഹം തൽസ്ഥാനത്ത് തുടരണോ വേണ്ടോ എന്നുള്ളത് അദ്ദേഹം ധാർമ്മികമായി തീരുമാനിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഒഴിവാകണം എന്നുള്ള അഭിപ്രായമാണ് AIYF. കാരണം ഇതിനു മുമ്പും രഞ്ജിത്തിനെതിരായി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വരുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ ഇടപെട്ടു എന്നുള്ളതും അതുപോലെ തന്നെ അവാർഡ് ഇന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടുകളെല്ലാം അദ്ദേഹം സ്വീകരിച്ചത് കേരളം കണ്ടതാണ്. അപ്പൊ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് അന്ന് തന്നെ അഭിപ്രായം പറഞ്ഞ സംഘടനയാണ് AIYF. അപ്പൊ ഇത്തരത്തിലൊരു ആരോപണം തീർച്ചയായും ഒരു വനിത ഉന്നയിക്കുമ്പോൾ ഒരു അക്കാദമിയുടെ ചെയർമാൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഈ അവസരത്തിൽ AIYF പറയാനുള്ളത്. ജിസ്മോൻ, മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് ഇരകൾക്കൊപ്പമാണ് സർക്കാർ എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഇപ്പോഴും പല നടിമാരും പല സഹപ്രവർത്തകരും ഒക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തങ്ങളുടെ അനുഭവം തുറന്നു പറയുന്നുണ്ട്, ഇത്രയും വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. എന്നിട്ട് പോലും ഇരകൾക്കൊപ്പം നിൽക്കാൻ ഉള്ളൊരു അല്ലെങ്കിൽ അവരെ വാക്കുകൾ കൊണ്ട് പോലും ആശ്വസിപ്പിക്കാനുള്ള ഒരു മനസ്സ് സർക്കാർ കാണിക്കുന്നില്ല എന്ന് തന്നെയല്ലേ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഈ പരാതി ലഭിച്ചാൽ മാത്രമേ ഈ കേസ് എടുക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു വാശി സർക്കാരിനുള്ളത് എന്നുള്ളതാണ് ഒരു ചോദ്യമായി വരുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിയമപരമായ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ ആർക്കെതിരെയാണ് പരാതികളുള്ളത്, അത്തരം പരാതികളെല്ലാം സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമർപ്പിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായും സർക്കാർ അതിനകത്ത് കർശനമായ നിയമ നടപടിയിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ നേരത്തെ ഇവിടെ മന്ത്രി സൂചിപ്പിച്ച പോലെ തന്നെ രഞ്ജിത്ത് ഒരുപക്ഷെ ഒരു മികച്ച സംവിധായകനായിരിക്കാം, മികച്ച നടനായിരിക്കാം, ഒരു പക്ഷേ ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനായിരിക്കാം. അതിനകത്തൊന്നും ഞങ്ങൾക്കാർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്ന ആരോപണം വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൽസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള അഭിപ്രായം കൂടി AIYF ഈ അവസരത്തിൽ പറയുകയാണ്. വളരെ നന്ദിയുണ്ട് ജിസ്മോൻ, ഞങ്ങളുടെ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.